ജ്യോതി മൽഹോത്ര ഇന്ത്യൻ രഹസ്യങ്ങൾ പാകിസ്ഥാന് പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ പാകിസ്ഥാൻ അവിടെയുള്ള ഉദ്യോഗസ്ഥരുമായും ഒക്കെ മറ്റു പല ബന്ധങ്ങളും ഉണ്ടാക്കി ഇന്ത്യൻ രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തു എന്നാണ് പറയുന്നത്. പക്ഷേ അവരെ പെടുത്തിയെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. പക്ഷേ അവർ ബോധപൂർവം തന്നെ ചെയ്തു എന്നതിൻ്റെ തെളിവുകൾ പുറത്തു വന്നു. എന്താണ് വിശദാംശങ്ങൾ? ഈ ജ്യോതി മൽഹോത്രയെ മെയ് 15 ഇന്ത്യൻ ഹരിയാന പോലീസ് അറസ്റ്റ് ചെയ്തത്. രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നടപടി. ഇവർക്ക് പാക് ഹൈക്കമ്മീഷനിലെ ഒരു ഉദ്യോഗസ്ഥനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. ആ പാക് ഹൈക്കമ്മീഷനിലെ ആ ഉദ്യോഗസ്ഥൻ്റെ ക്ഷണപ്രകാരം ഇവർ ഹൈക്കമ്മീഷൻ്റെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുകയും പാകിസ്ഥാനിൽ ഒന്നിലധികം തവണ സന്ദർശനം നടത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇവരെ ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തത്. പക്ഷേ പിന്നീട് ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവർ ഇന്ത്യക്കെതിരെ ചാരപ്രവർത്തനം നടത്തുകയായിരുന്നു എന്നാണ് സ്ഥിരീകരിച്ചത്. അപ്പോൾ ആദ്യമേ ഇവർ ഉന്നയിച്ച വാദം താൻ ബോധപൂർവം ചെയ്തതല്ല, തന്നെ പെടുത്തിയതാണ്. ഈ തൻ്റെ സുഹൃത്ത് വലയത്തിലുള്ളവർ തന്നെ ഇതിൽ പെടുത്തിയതാണെന്നും പിന്നെ ഒരു വ്ളോഗർ എന്ന നിലയിൽ താൻ പലയിടങ്ങളിൽ സന്ദർശിക്കാറുണ്ട്, അത് സ്വാഭാവികമാണെന്നായിരുന്നു ഇവർ വാദിച്ചത്. എന്നാൽ ഇപ്പോൾ ഹരിയാന പോലീസ് ഇവരുടെ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ച് ഇവരുടെ കയ്യിൽ നിന്ന് ഒരു ഫോണും ഒരു ലാപ്ടോപ്പും ഒക്കെ പിടിച്ചെടുത്തിരുന്നു. അതിൽ നിന്ന് ഏതാണ്ട് കുറേയധികം മെസ്സേജുകളും ദൃശ്യങ്ങളും അടക്കം ഇവർ ബോധപൂർവ്വം ഡിലീറ്റ് ചെയ്തിരുന്നു. അതല്ല ഇപ്പോൾ റിക്കവറി ഏതാണ്ട് 12 TB, GB അല്ല TB, 12 TB ഡിജിറ്റൽ തെളിവുകളാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ കൂടുതൽ കുറ്റങ്ങൾ ചുമത്താനുള്ള സാധ്യത നിലവിൽ രാജ്യസുരക്ഷാ നിയമം അനുസരിച്ചും ഭാരതീയ ന്യായ സംഹിത അനുസരിച്ചുള്ള അത് പ്രകാരമുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. എന്നാൽ ഈ തെളിവുകളുടെ പുതിയ തെളിവുകളുടെ ഗൗരവം കൂടി പരിഗണിക്കുമ്പോൾ കൂടുതൽ കുറ്റങ്ങൾ ഇവർക്കെതിരെ ചുമത്താനുള്ള സാധ്യതയുണ്ട്. നിലവിൽ നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പുറത്തുവിടുന്ന വിവരമനുസരിച്ച് പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനായ ഡാനിഷുമായി ഇവർക്ക് പരിചയമുണ്ടായിരുന്നു. ഈ ഡാനിഷ് പാകിസ്ഥാനിലുള്ള മറ്റ് 2-3 പേരെ കൂടി പരിചയപ്പെടുത്തി കൊടുത്തു. അവരുടെ പേര് അഹ്സാനും ഷാഹിദും. ഈ 2 പേരാണ്. അപ്പോൾ ഇവർ വെറും സുഹൃത്തുക്കൾ മാത്രമല്ല എന്നുള്ളത് ജ്യോതിക്കറിയാം. കാര്യം ഇവർ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥരാണെന്നും താൻ ഇവരുമായി സംസാരിക്കുന്നത് ഇന്ത്യൻ രഹസ്യങ്ങൾ ചോർത്തുകയാണെന്നുള്ള കൃത്യമായ അറിവ് ജ്യോതിക്കുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പുറത്തുവിടുന്നത്. നിലവിൽ ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങളും അതോടൊപ്പം തന്നെ ഇവർ കൈമാറിയ ദൃശ്യങ്ങളും അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഈ ഡാനിഷ്, അഹ്സാൻ, ഷാഹിദ് ഇവരെ കൂടാതെ മറ്റൊരാളുമായും ജ്യോതി അവിടെ സമ്പർക്കം പുലർത്തിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇയാളുമായിട്ടുള്ള നിരന്തര സമ്പർക്കത്തിൻ്റെയും മറ്റും വിവരങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ ജ്യോതി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവരൊരു വ്ളോഗറാണ്. ഇവർ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. അതുകൂടാതെ ആർഭാട ജീവിതവും ഇവരുടെ യാത്രകൾ തന്നെ ഒരുപാട് പണം പൊടിച്ചുകൊണ്ടുള്ള ഒരു വ്ളോഗിംഗ് ആണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെയുള്ള പണം എവിടെ എന്നുള്ള തരത്തിൽ പോലീസ് നേരത്തെ തന്നെ ജ്യോതിയെ നിരീക്ഷണത്തിൽ വെച്ചിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഏറ്റവും രസകരമായ സംഗതി, ഈ ജ്യോതി പാകിസ്ഥാനിൽ ഒന്നിലധികം തവണ സന്ദർശനം നടത്തുകയും അവിടെ വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു. ആ ചിത്രീകരണം മറ്റൊരു യൂട്യൂബ് വ്ളോഗർ അയാളുടെ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. അയാൾ ഒരു സ്കോട്ടിഷുകാരനായ കല്ലം മിൽ. അയാൾക്കും ഇതേപോലെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അയാൾ 5 തവണ പാകിസ്ഥാനിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ആ 5 സന്ദർശനം നടത്തിയതിൽ ഒരു തവണ സന്ദർശനം നടത്തിയപ്പോൾ അനാർക്കലി ബസാർ അവിടെ ഉള്ള ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടയിലാണ് ഈ ജ്യോതി അയാളുടെ ക്യാമറയിൽ പതിയുന്നത്. അവിടെ ഒരു പെൺകുട്ടി സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വലയത്തിൽ നിന്ന് വീഡിയോ ചിത്രീകരിക്കുന്ന അതിൻ്റെ കൗതുകമാണ് അയാൾ പങ്കുവച്ചത്. ആ സുരക്ഷാ ഉദ്യോഗസ്ഥർ 6 പേരുണ്ടായിരുന്നു. പക്ഷേ അവർ യൂണിഫോം ധരിച്ചിരുന്നില്ല. അവരുടെ കയ്യിൽ AK-47 തോക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഇടയിൽ നിന്നും ഈ പെൺകുട്ടി വീഡിയോ ചിത്രീകരിക്കുമ്പോൾ സ്വാഭാവികമായും മറ്റൊരു വ്ളോഗറായി ഇയാൾ അവരെ ചെന്ന് പരിചയപ്പെടുന്നു. അപ്പോൾ ഈ പെൺകുട്ടി പറയുന്നുണ്ട്, ഞാൻ ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ ഇയാൾ ചോദിക്കുന്നുണ്ട്, പാകിസ്ഥാനിലെ അനുഭവം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ നന്നായിട്ടുണ്ട്, നല്ല രീതിയിലുള്ള സ്വീകരണമാണെന്നൊക്കെ പറയുന്നു. ഈ പെൺകുട്ടി ഈ പറയുന്ന സ്കോട്ടിഷുകാരനെ ഇന്ത്യയിലേക്കും ക്ഷണിക്കുന്നുണ്ട് ആ വീഡിയോയിൽ തന്നെ. ഇതെല്ലാം ഇയാളുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും വ്യക്തമാകാത്തൊരു സംഗതി, ഈ ജ്യോതി അവിടെ ഒരു യൂട്യൂബ് വ്ളോഗറായ ജ്യോതിക്ക് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെ ഉണ്ടായി? അതുമാത്രമല്ല, ഈ സുരക്ഷ ഇപ്പോൾ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടാൽ തന്നെ യൂണിഫോമിലായിരിക്കുമല്ലോ സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ടാവും. ഇത് യൂണിഫോമൊന്നും ധരിക്കാതെ സാധാരണ വേഷം ധരിച്ചിട്ടുള്ള 6 തോക്കുധാരികൾ ജ്യോതിയുടെ ചുറ്റും വലയം ചെയ്തിട്ടാണ്. അവിടെ വലയത്തിനുള്ളിൽ നിന്നാണ് ജ്യോതി ഈ വീഡിയോ ചിത്രീകരിക്കുന്നത്. ആ സുരക്ഷാ വലയത്തിൽ നിന്നുകൊണ്ട് ജ്യോതി പറയുന്നത് പാകിസ്ഥാനിലെ ആതിഥ്യ മര്യാദയെക്കുറിച്ചും
അവിടെയുള്ള ജനങ്ങളുടെ സ്നേഹത്തെക്കുറിച്ചും ഇന്ത്യ പാകിസ്ഥാൻ സൗഹൃദത്തെക്കുറിച്ചുമൊക്കെയാണ്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, പോലീസുകാർ അന്വേഷിക്കുന്നു ഒരു സാധാരണക്കാരിയായ ജ്യോതിക്ക് എങ്ങനെ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ പാകിസ്ഥാനിൽ ഉണ്ടായി, അല്ലെങ്കിൽ ആരാണ് ഇതിനൊക്കെ ഏർപ്പാട് ചെയ്തു കൊടുത്തത്. പിന്നെ അന്വേഷണത്തിൽ ബോധ്യമായ മറ്റൊരു സംഗതി, ഈ ജ്യോതിയെ പോലെയുള്ള യൂട്യൂബ് ബ്ലോഗർമാരെ പാകിസ്ഥാൻ ചാരസംഘടനയായ ISI കൃത്യമായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പാകിസ്ഥാൻ അനുകൂല നരേറ്റീവ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണത്. അതായത് പാകിസ്ഥാനെക്കുറിച്ച് പൊതുവേ നമുക്കൊരു ധാരണയുണ്ടല്ലോ, അവിടെ ഭീകരവാദ പ്രസ്ഥാനങ്ങളുണ്ട്, അവിടുത്തെ ജനജീവിതം വളരെ ദുർഘടമാണ് എന്ന തരത്തിൽ പൊതുബോധ്യത്തിലുള്ള ബോധ്യങ്ങളെ ബോധപൂർവം തിരുത്തി എഴുതാൻ വേണ്ടി പാകിസ്ഥാനെക്കുറിച്ച് മറ്റൊരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടിയായിരുന്നു അത്തരം ഏർപ്പാടുകൾ. ഇതുകൂടാണ്ട് ഇവർ കൃത്യമായി ഇവരോട് സംഭാഷണം നടത്തിയതിൻ്റെയും പണം കൈമാറിയതിൻ്റെ അടക്കമുള്ള തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിച്ചിട്ടുണ്ട്. 4 ബാങ്ക് അക്കൗണ്ടാണ് ഇവർക്കുള്ളത്. അപ്പോൾ അതിൻ്റെയും പണമിടപാടുകളുടെയും മറ്റും വിശദമായ ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, ജ്യോതി അത്ര നിസ്സാരക്കാരിയല്ല. അവർ കൃത്യമായ ആസൂത്രണത്തോടും അവരെന്താണ് ചെയ്യുന്നു എന്നുള്ള കൃത്യമായ ബോധ്യത്തോടുമാണ് ഈ ചാരവൃത്തി ചെയ്തിട്ടുള്ളത്. ജ്യോതിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം മുതൽ തന്നെ അവർ കൃത്യമായി അവിടേക്ക് പോകുന്നു. അവർക്ക് ഈ സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ്. പക്ഷേ ഇത്രയും രാജ്യങ്ങളൊക്കെ സന്ദർശിക്കുകയും അതുകൊണ്ട് തന്നെ ഒരുപാട് സാമ്പത്തിക സ്രോതസ്സ് അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്നൊക്കെ ഒരുപാട് പൈസ ഇവർക്ക് കിട്ടിയിരുന്നു എന്നുള്ളത് വ്യക്തമല്ലേ? ഉറപ്പാണ്. കാരണം ഇവർക്ക് ഒരു കൊറോണ കാലത്തിന് ശേഷമാണ് ഇവർ ഒരു വ്ളോഗറായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. ഏതാണ്ട് 400ഓളം വീഡിയോകൾ മാത്രമാണ് ഇവരുടെ യൂട്യൂബ് ചാനലിലുള്ളത്. 4 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സും ഉണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഏതാണ്ട് 13 ലക്ഷത്തോളം ഫോളോവേഴ്സും ഉണ്ട്. അപ്പോൾ ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ജ്യോതിയുടെ ലൈഫ് സ്റ്റൈൽ മൊത്തത്തിലങ്ങ് മാറി. അവരൊരു ആർഭാട ജീവിതവും അതേപോലെ കാശ് പൊടിച്ചുകൊണ്ടുള്ള യാത്രകളുമാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ സ്വാഭാവികമായി സംശയമുണ്ടാകും, ഇവർക്ക് ഈ യൂട്യൂബ് വരുമാനം കൊണ്ട് മാത്രം ഇത്രയൊന്നും സാധിക്കില്ല. അവർക്ക് കൃത്യമായ ഫണ്ടിങ് എവിടെ നിന്നൊക്കെയോ നടക്കുന്നുണ്ട്. അത് വിദേശ രാജ്യങ്ങളിൽ നടക്കം കാര്യമായ തരത്തിൽ, പ്രത്യേകിച്ചും അറബ് രാഷ്ട്രങ്ങളിൽ നിന്ന് പോലും ഇവരുടെ അക്കൗണ്ടിലോട്ട് പണം വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായി സംശയിക്കുക, ഇവർക്ക് കിട്ടിയ ഈ പണം ഇവർ ചെയ്തു കൊടുക്കുന്ന ഈ ജോലിക്കുള്ള പ്രത്യുപകാരമായി കൊടുക്കുന്ന, അല്ലെങ്കിൽ അവരുടെ പ്രതിഫലമാണോ ഈ കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് ന്യായമായി സംശയിക്കാം. ആ രീതിയിലുള്ള അന്വേഷണങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. ഏതായാലും ഇനിയിപ്പോൾ ഇവർക്ക് ഒരു വലിയ ശിക്ഷ തന്നെ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഉറപ്പാണ്. കാരണം ജ്യോതി മാത്രമല്ല, ജ്യോതി അടക്കം 12ഓളം പേർ ഇതിനോടകം തന്നെ ഈ ചാരപ്രവർത്തനത്തിൽ ഏർപ്പെട്ടതിന് അറസ്റ്റിലായിട്ടുണ്ട്. ഇവരെ എല്ലാം തന്നെ സ്വാധീനിച്ചത് പണം, വലിയ രീതിയിലുള്ള പണം വാഗ്ദാനം ചെയ്താണ്. സാധാരണഗതിയിൽ ഏതെങ്കിലും തരത്തിൽ ഇവരെ പെടുത്തുക അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക അത്രയും സാധ്യതകളുണ്ട്. പക്ഷേ ഈ പിടിയിലായവരെല്ലാവർക്കും തന്നെ വൻതോതിൽ പണം കൈപ്പറ്റിയിട്ടുണ്ടെന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ പിടിയിലായവരിൽ ഏറിയ പങ്കും ചെറുപ്പക്കാരാണ്. അതായത് 25 വയസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥികൾ വരെ ഈ ഒരു വലയത്തിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള പണം ഇവർ വാഗ്ദാനം ചെയ്യുകയും ആ മോഹവലയത്തിൽപ്പെട്ട് ഇവർ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുകയുമാണ് ചെയ്തത്.